എനിക്ക് ഫ്രൂട്ട്സ് പ്ലാന്റ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം കേട്ടോ. അപ്പം ഞാൻ എവിടെ പോയാലും പരമാവധി നല്ല ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ കാണുമ്പോൾ ഞാൻ അത് വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് നട്ട ഒരു ചാമ്പയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ കട തൊട്ട് ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. നല്ല രീതിയിൽ തന്നെ പൂത്തിട്ടുണ്ട്. മുട്ടും പൂവും എല്ലാം ഇപ്പോൾ ഓൾറെഡി നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നും രാവിലെയും വൈകുന്നേരവും നമ്മളിതിൻ്റെ ചോട്ടി വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ തേനീച്ചക്കൂട്ടിലാണ് ഈച്ചകളായിരിക്കാം. ഇഷ്ടം പോലെ തേനീച്ചകളാട്ടോ. അത് വൻതേനും ഉണ്ടാവും ചെറുതേനും ഉണ്ടാവും കേട്ടോ. ഈച്ചകൾ വന്ന് തേനെടുക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതുപോലെ ഈച്ചകൾ വന്ന് തേനെടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല പരാഗണം നടക്കുന്നതുകൊണ്ട് നല്ല കാപിടുത്തവും ഇതിൽ കൂടുതലാട്ടോ. നമ്മുടെ ഈ ചാമ്പ നല്ല രീതിയിൽ തന്നെ കായും പിടിക്കും. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പൂത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ ഇത് കായും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇത് പഴുത്ത് വരുമ്പോൾ നല്ല ചുമന്ന കളറിലാണ് കേട്ടോ ഇതിൻ്റെ പഴങ്ങൾ വരുന്നത്. അപ്പോൾ പൂക്കളുടെ ഒപ്പം ഞാൻ പറഞ്ഞില്ലേ കായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ ഇത് ഉണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ. ഇപ്പം ഈ പൂക്കളും വിരിഞ്ഞതും മുട്ടും എല്ലാം ഇതുപോലെ നിറയെ കായായി നിൽക്കുന്നത് കാണാനും നല്ല രസമാണ്. മാത്രമല്ല ഇത് നല്ല മധുരവും ഉണ്ട് കേട്ടോ. ചാമ്പയ്ക്കയുടെ രുചി പിന്നെ അറിയാലോ, ചെറുമധുരവും ചെറിയൊരു ചമർപ്പും പുളിയും സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇതുപോലെ പഴുത്ത് നിൽക്കുന്ന ഒരു ചാമ്പയ്ക്ക നമ്മൾ പറിച്ച് കഴിച്ചു നോക്കി. ഇപ്പം മഴയൊന്നും പെയ്യാത്തത് കൊണ്ട് തന്നെ ചാമ്പയ്ക്കയ്ക്ക് നല്ല മധുരവും ഉണ്ട് കേട്ടോ. വെള്ളം ഒട്ടും പിടിച്ചിട്ടില്ല. നല്ല ചൂടായതുകൊണ്ട് നല്ല മധുരം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക കാണാനും നല്ല രസമാണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം.